ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ കാനഡയിൽ നിന്ന് USA നിന്നൊക്കെ നാട്ടിൽ പോകുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ നെക്സ്റ്റ് വീക്ക് നാട്ടിൽ പോവാണ്. അപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് വാങ്ങിച്ച കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസും പിന്നെ അല്ലാത്ത ഹൗസ് ഹോൾഡ് ഐറ്റംസും ഒക്കെ കാണിച്ചു തരാം. നമ്മൾ യൂഷ്വലി വാങ്ങിക്കുന്ന ചോക്ലേറ്റ്സ്, ക്രീം, പെർഫ്യൂംസ് അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അതല്ല ഞാൻ ഇന്ന് കാണിക്കുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വാങ്ങിച്ച അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് ഈ മോഷൻ സെൻസർ സോളാർ ലൈറ്റ് ആണ്. ഇത് നാട്ടിൽ നമുക്കിപ്പോൾ ബാക്ക് യാർഡിലോ അങ്ങനെ ഇരുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ജസ്റ്റ് ഇത് സ്ക്രൂ ചെയ്ത് ഭിത്തിയിലോ എവിടെയെങ്കിലും സ്ക്രൂ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ മോഷൻ സെൻസ് ചെയ്ത് ലൈറ്റ് ചെയ്യും. അത് മാത്രമല്ല ഇതിനൊരു സോളാർ ഇതുണ്ട്. സോളാർ ആയതുകൊണ്ട് നമുക്ക് പ്ലഗിനൊന്നും ചെയ്യേണ്ട, അല്ലാതെ തന്നെ റീചാർജ് ആയിക്കോളും. ഇത് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനൊരു 6 months യൂസ് ചെയ്യുന്നു ആൻഡ് ഇറ്റ് സ്റ്റിൽ വർക്ക്സ്. നല്ല പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതാണ് ഒരെണ്ണം. ഇത് 4 എണ്ണത്തിൻ്റെ ഒരു പാക്കാണ് വാങ്ങിച്ചത് ഫോർ $20. അത് കനേഡിയൻ ടാരിൽ നിന്നാണ് വാങ്ങിച്ചത്. കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ആണെന്ന് തോന്നുന്നു. പിന്നെ അടുത്ത ഐറ്റം ഇലക്ട്രോണിക്സിൽ വരുന്ന ഒരു വോൾട്ടേജ് കൺവേർട്ടറാണ്. ഇത് നാട്ടിലേക്ക് ഞാൻ ഇലക്ട്രിക് അപ്ലയൻസസ് ഒക്കെ വാങ്ങിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഇതോടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ ഇലക്ട്രിക് അപ്ലയൻസസ് ഒക്കെ ചിലപ്പോൾ കേടായിപ്പോകും കുറച്ച് നാൾ കഴിയുമ്പോൾ. അപ്പോൾ ഇവിടെ നിന്നുള്ള ഇലക്ട്രിക് ഐറ്റംസ് ഒക്കെ ഇതിനകത്തേക്ക് പ്ലഗ് ഇൻ ചെയ്ത് യൂസ് ചെയ്യാം. അപ്പം അതൊരെണ്ണം. ഇതൊക്കെ ഹൗസ് ഹോൾഡ് ഐറ്റംസിൽ വരുന്നതാണ്. ഇത് ഓൺലൈൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നത്തെ ഐറ്റം ഒരു മെഡിക്കേഷൻ കപ്പല്ല, ഒരു കേസ്. ഇത് ഒരു ദിവസത്തേക്കൊക്കെയുള്ള പിൽസ് ഇതിൽ ഹോൾഡ് ചെയ്യും. ഇത് ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ട്, അതിൽ ഞെക്കി കഴിഞ്ഞാൽ 3 നേരം കഴിക്കാനുള്ള പിൽസ് ഇതിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഇത് യൂസ്ഫുൾ ആവുന്നത് കൂടുതലും ഇപ്പം നമ്മൾ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോവുകയാണ്, ഒരു ദിവസത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഒത്തിരി പിൽസ് കഴിക്കുന്നവർക്കൊക്കെ ഒരു ഫുൾ വീക്കിലേക്ക് ഒക്കെ ഞാൻ നാട്ടിൽ കണ്ടിട്ടുണ്ട്. ട്രെയിൽ നമ്മളിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ആ ഫുൾ ഓർഗനൈസർ കൊണ്ടുപോകാതെ ഒരു കുഞ്ഞി കേസിൽ വെച്ചിട്ട്, ഇത് പോക്കറ്റ് സൈസ് ആണ്, അപ്പോൾ നമുക്ക് ക്യാരി ചെയ്തുകൊണ്ട് പോകാം. റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയിട്ട് കഴിക്കണമെങ്കിലാണെങ്കിൽ നമുക്ക് ബാഗ് തുറന്നൊന്നും എടുക്കേണ്ട, പോക്കറ്റിൽ വെക്കുകയാണെങ്കിൽ പോക്കറ്റിൽ നിന്ന് തന്നെ ഗ്രാബ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. വളരെ ചെറുതായിട്ടുള്ള ഐറ്റം. ഇതാണ് അടുത്തത്. ഇതും ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതെനിക്ക് തോന്നുന്നു $8.99 എങ്ങാണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഇതിൻ്റെ റേറ്റ്. വലിയ റേറ്റ് ഇല്ല. ഇതിൻ്റെ പല കളേഴ്സും 3 എണ്ണത്തിൻ്റെ ഒക്കെ ഒരു പാക്കറ്റൊക്കെ കിട്ടും. $24.99 അങ്ങനെയൊക്കെ. ഇത് നല്ലൊരു പ്രൊഡക്റ്റ്. അടുത്തത് ഒരു മൈഗ്രെയിൻ റിലീഫ് ക്യാപ്പ്. ഇത് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ നമുക്ക് തലയിൽ ഇങ്ങനെ വയ്ക്കാം. അത് ഒരു വെയിറ്റ് ഉള്ള, ഐ തിങ്ക് ഒരു കൈൻഡ് ഓഫ് ജെല്ലാണെന്ന് തോന്നുന്നു, ഐസ് പാക്ക് പോലത്തെ. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് മൈഗ്രെയിൻ ഉള്ളപ്പം നമുക്ക് ഇതുപോലെ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തലയിൽ ഇങ്ങനെ വയ്ക്കാം. ഇത് ഒരു ഗിഫ്റ്റ് ഐറ്റം ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്ന ആർക്കെങ്കിലും മൈഗ്രെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ. ഇതും ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. ആൻഡ് നമുക്ക് കണ്ണും കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മൈഗ്രെയിൻ ഉള്ളതൊക്കെ കണ്ണിലോട്ടൊന്നും വെളിച്ചടിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇത് കണ്ണും നല്ലപോലെ കവർ ചെയ്യും. ആൻഡ് ഇതും ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അടുത്തത് ഒരു ഹാൻഡ് ക്രീം. ഇത് ഗ്ലൈസോമെഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഹാൻഡ് ക്രീമാണ്. ഇത് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ഇവിടുത്തെ കോൾഡ് വെതറിൽ നമ്മുടെ കൈയൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവുമല്ലോ. അതുപോലെ എനിക്ക് ഹോസ്പിറ്റലിലാണെങ്കിലും സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്യുമ്പോൾ കൈ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് കൈ പൊട്ടും. അപ്പോൾ എനിക്ക് ബാത്ത് ആൻഡ് ബോഡിയുടെ ഒക്കെ അങ്ങനത്തെ ഹാൻഡ് ക്രീം ഉണ്ടെങ്കിലും അതൊന്നും അത്ര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ബ്രാൻഡിൻ്റെ ഹാൻഡ് ക്രീം നല്ലൊരു ഹാൻഡ് ക്രീമാണ്. അപ്പോൾ നാട്ടിലാണെങ്കിലും ഡ്രൈനെസ് ഒക്കെ ഉള്ളവർക്ക് ഇത് കൊടുക്കാം. ഇത് കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് ഇത്ര പാക്കറ്റ് ഞാൻ വില ഓർക്കുന്നില്ല, ബട്ട് ഇത്രയും ഒരു 3 എണ്ണത്തിൻ്റെ ട്യൂബ് കിട്ടും. നാട്ടിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പാത്രമൊക്കെ കഴുകുമ്പം ആ ഡിഷ് വാഷിംഗ് ലിക്വിഡിൻ്റെ ഒക്കെ നമുക്ക് കയ്യിൽ നല്ല ഇറിറ്റേഷൻ ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റിയൊരു നല്ല ഐറ്റമാണ് ഗ്ലൈസോമെഡിൻ്റെ ഈ ഹാൻഡ് ക്രീം.
ഇതും നാട്ടിൽ നിന്ന് വന്നപ്പോൾ അവർ യൂസ് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. എൻ്റെ പേരൻസ് വന്നിരുന്നു കഴിഞ്ഞ വർഷം, അപ്പോൾ അവർ യൂസ് ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് വീണ്ടും റിക്വസ്റ്റ് ചെയ്തൊരു ഐറ്റമാണിത്. പിന്നെ ലിൻറ്റ് റോളർ. ഇത് പെറ്റ്സ് ഉള്ളവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നാട്ടിലെനിക്ക് പൂച്ചക്കുട്ടികളുണ്ട്, അപ്പോൾ അവരെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് മൊത്തം അവരുടെ ഹെയർ ആയിരിക്കും. അതുപോലെ അവരെല്ലാ ഫർണിച്ചറിലും എല്ലായിടത്തും കയറിയിരിക്കും. അത് പെറ്റ്സ് മാത്രമല്ല, ഇപ്പം നമ്മളൊരു ചില ഡ്രസ്സിൻ്റെയൊക്കെ ലിൻറ്റ് പുറത്ത് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇടുന്നെങ്കിൽ നമ്മുടെ മേത്ത് അതിൻ്റെ നൂലൊക്കെ പൊങ്ങിയിട്ട് അത് ഭയങ്കര ഒരു കാണാൻ അത്ര അപ്പീലിംഗ് അല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ലിൻറ്റ് റോളർ. ഇത് ഡോളറാമേന്ന് വാങ്ങിച്ചാണ്. ഇതിനൊരു $475 ആയിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ ഒരു റീഫില്ലും കിട്ടും. ഇത് 4 എണ്ണത്തിൻ്റെ ഒരു പാക്കും പിന്നെ ഒരു റീഫില്ലും. ഇത് അപ്പം തന്നെ ഇനി അടുത്തവണ അവർ കാണുന്നവരത്തേക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അതിന് പിന്നെ അടുത്ത് നമുക്ക് മേടിച്ചുകൊണ്ട് പോകാം. നാട്ടിലിത് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇവിടുന്ന് പോകുമ്പം വീട്ടിലോട്ടൊക്കെ മേടിച്ചുകൊണ്ട് പോകാൻ പറ്റിയൊരു ഐറ്റം. പിന്നത്തത് ഒരു സ്റ്റെയിൻ റിമൂവർ റിസോൾവിൻ്റെ. ഇതും ഡോളറാമേന്നാണ് വാങ്ങിച്ചത്. ഇതിനൊരു $3 അല്ലെങ്കിൽ $4 ആയിട്ടുണ്ടാവും. ഇതിൻ്റെ 2 എണ്ണം വാങ്ങിച്ചു. ഇതും നാട്ടിൽ നിന്ന് കഴിഞ്ഞ വർഷം മമ്മി വന്നപ്പം ഇവിടെ യൂസ് ചെയ്തിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. നാട്ടിൽ പോയപ്പോൾ കൊണ്ടുപോവുകയും ചെയ്തത് തീർന്നു എന്നാണ് പറഞ്ഞേ. അപ്പോൾ ഇത് റീഫില്ലാണ്. നാട്ടിലുണ്ടായിരിക്കും സിമിലർ, പക്ഷേ ഈ ഒരു പ്രൈസിന് ഇത് നല്ലൊരു പ്രൊഡക്റ്റാണെന്ന് തോന്നുന്നു. ലൈക്ക് ഇവിടെ ഞാനാണെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കിത് സ്റ്റെയിൻ ഉള്ളിടത്ത് 2 സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് റബ്ബ് ചെയ്തിട്ട് വാഷറിലിട്ടാൽ മതി, നല്ലപോലെ കറക്കും. ഇതും നല്ലൊരു ഐറ്റം. പിന്നെ ഇത് 650 ml ഉണ്ട്. ഓൾറെഡി എല്ലാം ഞാൻ ലീക്ക് ചെയ്യാതെ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് ഒരു ലോണ്ട്രി ബാഗാണ്. ഇത് ഞാൻ നിവർത്തി കാണിക്കുന്നില്ല, പക്ഷേ പറ്റുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ഫോട്ടോ ഇതിൽ കാണിക്കാൻ പറ്റുമോ നോക്കാം. ഇത് ക്ലോത്താണ് മെറ്റീരിയൽ. നാട്ടിലുള്ളത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. അപ്പോൾ അത് ക്യാരി ചെയ്യാനൊക്കെ കുറച്ച് പാടാണ്. അതുകൊണ്ട് ക്ലോത്തിൻ്റെ ബാഗാകുമ്പോൾ ഒത്തിരി വെയിറ്റും വരില്ല. പിന്നെ നമുക്ക് കൊണ്ട് നടക്കാനൊക്കെ നല്ല ഈസിയാണ്. ഇപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ടാണെങ്കിലും മടക്കി തിരിച്ച് റൂമിൽ കൊണ്ടുവരാനൊക്കെ നല്ല ഈസിയാണെന്നും പറഞ്ഞു. ഇതും ഇവിടെ വന്നപ്പോൾ യൂസ് ചെയ്ത് മമ്മി അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് അന്നും കൊണ്ടുപോയായിരുന്നു. വീണ്ടും എക്സ്ട്രാ കൊണ്ടുപോകുന്നതാണ്. ആൻഡ് ഇറ്റ്സ് വെരി യൂസ്ഫുൾ. ഇത് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതും ഡോളറാമേന്നാണ്. ഇതിനൊരു $3 $4 ഒക്കെ ആയി കാണുമായിരിക്കും. അതിൻ്റെ ഒരു 2 ഡിഫറെൻറ്റ് കളർ വാങ്ങിച്ചു. അടുത്ത ഐറ്റം ഓക്കെ, ഇതൊരു ഡിഫറെൻ്റ് ഐറ്റമാണ്. ടോയ്ലറ്റ് ബോൾ ക്ലീനർ. ഇതിൻ്റെ അകത്ത് ഒരു പോഡുണ്ട്. ആൻഡ് 2000 ഫ്ലഷ് വരെ ഇത് ലാസ്റ്റ് ചെയ്യും. For 5 months, up to 5 months. So continuous cleaning up to 5 months. ഇത് നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. മേ ബി സിമിലർ ഐറ്റംസ് ഉണ്ടായിരിക്കും. ഇത് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ലാസ്റ്റ് ഫോർ എവർ. നല്ല ടോയ്ലറ്റ് ബൗൾ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുകയും ചെയ്യും. ആൻഡ് ഇറ്റ്സ് ഓൺലി ലൈക്ക് $1. അത് അത്ര എക്സ്പെൻസീവും അല്ല. ബാക്ക് ക്ലിപ്സ്. ഇതും ഡോളറാമേന്ന് വാങ്ങിച്ചതാണ് ഫോർ $1.50. ഇതിൽ നാട്ടിലെ ചിപ്സോ അങ്ങനെ എന്ത് പാക്കറ്റ് ആണെങ്കിലും നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടിപ്സാണ്. ഇത് ഞാൻ ഇതിനു മുമ്പ് കൊണ്ടുപോയിട്ടുണ്ട്, പക്ഷെ അതെല്ലാം കാണാതെ പോയി. 18 പീസ് ഉണ്ട്, പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്പ്ലേസ് ചെയ്ത് പോയി. അതുകൊണ്ട് ജസ്റ്റ് റീഫിൽ ചെയ്യുന്നതാണ്. ഇതിൻ്റെ അകത്ത് പല സൈസിലുള്ളത്, ഭയങ്കര വലിയ പാക്കറ്റ്സിനുള്ളതും ചെറിയ പാക്കറ്റ്സിനുള്ള പല സൈസിലുള്ള പല കളറിലുള്ളതുണ്ട്. അപ്പോൾ ഇതും ഒരു വെറൈറ്റി ഐറ്റം, അതും വാങ്ങിച്ചു. പിന്നെ ഇതും ഡോളറാമ ഫൈൻഡാണ്. സിപ്ലോക്ക് ബാഗ്സ് അല്ലെങ്കിൽ സാൻഡ്വിച്ച് ബാഗ്സ്. ഇത് ഫ്രീസർ ബാഗ്. ഇത് നമ്മൾ ഈ ഫ്രീസർ ബാഗൊക്കെ ഇവിടെ എനിക്ക് യൂസ്ഫുൾ ആവുന്നത്, ഞാൻ കോസ്കോയിൽ നിന്നൊക്കെ ഒത്തിരി മീറ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് പോർഷൻ ചെയ്തിട്ട് ഫ്രീസറിൽ എടുത്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഡീഫ്രോസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം. സിമിലർ ആയിട്ട് തന്നെ നമുക്ക് നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഫ്രീസറിൽ വയ്ക്കണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ പാത്രത്തിലൊന്നും വയ്ക്കേണ്ട, സ്പേസ് സേവ് ചെയ്യാം.
നാട്ടിലും കാണുമായിരിക്കും ഇത് ആമസോണിലൊക്കെ. പക്ഷെ എനിക്ക് റേറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടെ നല്ല ചീപ്പ് റേറ്റിനാണ് കിട്ടുന്നത്. $1 കിട്ടും. ഇത് എനിക്ക് തോന്നുന്നു ഡോളർ ട്രീ എന്നാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇതിന് $1.75 ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഇതും സിമിലർ സാൻഡ്വിച്ച് ബാഗ്സ് സിപ്ലോക്കിൽ വയ്ക്കാനായിട്ട് ഇതും $1 വാങ്ങിച്ചതാണ്. ഇതും നമുക്ക് നല്ലൊരു ഐറ്റം ആയിരിക്കും നാട്ടിലൊക്കെ ഉണ്ടാവാൻ. പിന്നെ എയർ ഫ്രഷ്നർ. യൂഷ്വലി ഞാനിത് കണ്ടിട്ടുള്ളത് കാറിലൊക്കെ വെച്ചിരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ സ്പേസസിലും വയ്ക്കാമെന്ന് തോന്നുന്നു. ചെറിയ ക്ലോസറ്റ് സ്പേസിലോ അല്ലെങ്കിൽ വാഷ്റൂമിലോ. കൂടുതലും കാറിലായിരിക്കും നല്ലത്. ഇതിൻ്റെ എന്താ എയർ ഫ്രഷ്നറാണ് ഇത്. യൂസ് ചെയ്യുമ്പം ഫുൾ പാക്ക് അപ്പം തന്നെ പൊട്ടിക്കരുത്. ജസ്റ്റ് ഇവിടെ ഫുൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് സ്മെല്ലായിരിക്കും കാറിനകത്ത്. അപ്പോൾ കുറച്ച് മാത്രം പൊട്ടിച്ചിട്ട് പയ്യെ ഇവൻച്വലി ഫുൾ പാക്കിന് ഓപ്പൺ ആക്കി എടുക്കുക. ഇത് നാട്ടിൽ സിമിലർ ഐറ്റംസ് ഉണ്ടായിരിക്കും. ബട്ട് ഈ ഒരു ബ്രാൻഡോ ഇതിൻ്റെ സ്മെല്ലോ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ഈ സ്മെൽ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതൊരു 2 പാക്കറ്റ് നാട്ടിലേക്ക് കാറിലിടാൻ വാങ്ങിച്ചിട്ടുണ്ട്. അടുത്ത ഐറ്റം സ്ക്രബ് ഡാഡി. ഇതൊരു സ്ക്രബ്ബറാണ്. ഇത് കനേഡിയൻ ഡയറിയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ പ്രത്യേകത ഇത് നമ്മൾ ചൂടുവെള്ളത്തിൽ ആക്ച്വലി ഇത് ഇവിടെയാണ് ആപ്ലിക്കബിൾ ആവുന്നത്. കാരണം നമുക്ക് ടാപ്പിൽ ചൂടുവെള്ളം തണുത്ത ഇവിടെ കിട്ടും. അപ്പോൾ ചൂടുവെള്ളത്തിൽ ഇത് സോഫ്റ്റ് ആവും, തണുത്ത വെള്ളത്തിൽ ഇത് ഹാർഡ് ആവും. അത് ഈസി ക്ലീനിങ്ങിനാണ് അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഇത് നാട്ടിൽ നമുക്ക് തണുത്ത വെള്ളം മാത്രമേ വരുള്ളൂ കൂടുതൽ ആൾക്കാർക്കും. അപ്പോൾ തണുത്ത വെള്ളത്തിൽ ഇത് നല്ല ഫേം ആയിട്ട് നിൽക്കും, ഈസി ക്ലീൻ ചെയ്യാനായിട്ടെന്നാണ് അവർ പറയുന്നത്, അവകാശപ്പെടുന്നത്. ഇതിൽ മണം എന്നുവെച്ചാൽ നമ്മൾ ഈ കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഈ സ്ക്രബ്ബറിനൊക്കെ ഒരു ചീത്ത മണം വരുമല്ലോ. ഇതിലങ്ങനെ മണമൊന്നും വരില്ല. ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. ബട്ട് ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ വാങ്ങിച്ചാണ് ഞാൻ. അതുകൊണ്ട് എനിക്കിത് പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ല ഈ ഐറ്റമായിട്ട്. ഇതിന് സ്മെല്ല് വരത്തില്ല, പിന്നെ പാത്രത്തിലൊന്നും സ്ക്രാച്ച് ഒന്നും വരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കിതൊരു ഇൻട്രസ്റ്റിംഗ് ഐറ്റമായിട്ട് തോന്നി. നാട്ടിൽ കൊണ്ടുപോയി യൂസ് ചെയ്തിട്ട് പറയുന്നത് എങ്ങനെയുണ്ടെന്ന്. രണ്ടെണ്ണം അതും വാങ്ങിച്ചു. പിന്നത്തെ ഐറ്റം മൈക്രോവേവ് പോപ്കോൺ. ഇത് കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിനൊരു 44 എണ്ണത്തിൻ്റെ പാക്കേജ് ആയിരുന്നു. പൊട്ടിച്ച് ചെറിയ ചെറിയ പാക്കറ്റിൽ, ഇങ്ങനത്തെ ചെറിയ പാക്കറ്റിൽ നമുക്ക് കിട്ടും. ഇത് മൈക്രോവേവിൽ 2 minutes ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ബട്ടർ ഫ്ലേവറാണ്. അപ്പം നല്ല പോപ്കോൺ കിട്ടും. നാട്ടിലും അത്ര ഈസിലി അവൈലബിൾ ആണോന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കിതിവിടെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. കോസ്കോയിൽ ബൾക്കായിട്ട് വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചു. ഇതും നമുക്ക് നാട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമാവും. പോപ്കോൺ ഇഷ്ടമില്ലാത്ത ആരുമില്ലല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ ഐറ്റംസ്. വേറെ ഉണ്ട്, പക്ഷെ അതൊക്കെ യൂഷ്വലി നമ്മൾ കൊണ്ടുപോകുന്ന പെർഫ്യൂംസും ചോക്ലേറ്റ്സും ക്രീമും ഒക്കെയാണ്. അത് ഞാൻ വേറെ കാണിക്കുന്നില്ല. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ വാച്ചസും ബാഗും ഒക്കെ. അത് ഞാൻ എക്സ്ട്രാ കാണിക്കുന്നില്ല. എന്തായാലും കുറച്ച് പേർക്കെങ്കിലും ഞാൻ കാണിച്ച ഐറ്റംസ് ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഐഡിയ അടുത്തവണ നാട്ടിൽ പോകുമ്പോഴാണെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.